പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ ആർക്കും ഒരു തർക്കമില്ല. സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്. അത് പറയുമ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ വീര്യം എപ്പോഴും ഓതുന്നത് കൊണ്ട് എല്ലാ നിസ്കാരത്തിനും ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ കഴിയില്ല, നിസ്കരിക്കാൻ പറ്റൂല, നിസ്കാരം തന്നെ ശരിയല്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബി ഉമ്മിൽ കിതാബ്, കിതാബിന്റെ വിശുദ്ധ ഖുർആനിന്റെ തുടക്കമായ ഫാത്തിഹ സൂറത്ത് ഓതാതെ ഒരാൾക്ക് നിസ്കാരം തന്നെ ഇല്ല. അങ്ങനെ സുപരിചിതമായ ഫാത്തിഹ സൂറത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് അതിന്റെ വീര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരിക്കലും പ്രിയപ്പെട്ട ഉമ്മമാരെ അതുണ്ടാകാൻ പാടില്ല. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിനോടുള്ള ബഹുമാനം നമ്മൾ എപ്പോഴും കാണിക്കണം. കഴിഞ്ഞ മുമ്പത്തെ ഏതോ ക്ലാസ്സുകളിൽ ഞാൻ അതിനെക്കുറിച്ച്, അത് മന്ത്രിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോവുകയല്ല. അതാണ് ഏറ്റവും അഫ്ളലായ സൂറത്ത്. وقد بدأها الله سبحانه وتعالى بالحمد بعد البسملة. ആ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് ബിസ്മി ചൊല്ലിയതിനു ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അപ്പൊ ഈ തുടക്കം എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തിനെ അൽഹംദുലില്ല കൊണ്ട് തുടങ്ങി എന്നുള്ളതിന് ഇമാമിയങ്ങൾ പറയുന്നത് ലാ ബുദ്ദ വ അന്ന വറഅഹു അംറുൻ ഹാമുൻ വഅദീമുൻ, ഏറ്റവും ഭയങ്കരമായ, ബഹുമാനമുള്ള, പരിഗണനാർഹമായ, മുഖ്യമായ ഒരു കാര്യം അതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തിനെ, അതും വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ സൂറത്തിനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ 21ഓളം ആയത്തുകളിൽ അൽഹംദുലില്ലാ എന്ന വചനം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 21ഓളം ആയത്തുകളിൽ അൽഹംദുലില്ലാ പറയുന്നുണ്ട്. 5 സൂറത്തുകൾ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ അൻആമിന്റെ തുടക്കം നിങ്ങളൊക്കെ ഇപ്പോ ഖത്മ് ചെയ്യുന്നവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ തുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. സൂറത്തുൽ അൻആമിന്റെ തുടക്കം അങ്ങനെയാണ്. സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാ കൊണ്ടാണ്. സൂറത്തുൽ സബ തുടങ്ങുന്നത് അൽഹംദുലില്ലാ കൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിർ തുടങ്ങുന്നത് അൽഹംദുലില്ലാ കൊണ്ടാണ്. ഇങ്ങനെ 5 സൂറത്തുകൾ തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന വാക്യം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്താണ് അൽഹംദുലില്ലയുടെ അർത്ഥം? ഇനി നമ്മൾ എല്ലാവരും അൽഹംദുലില്ല പറയുമ്പോൾ, അത് ഫാത്തിഹ ഓതുമ്പോഴാണെങ്കിലും ഏത് സമയത്ത് അൽഹംദുലില്ല പറയുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ അർത്ഥം, ഇനി പറയാൻ പോകുന്ന അതിന്റെ ഗൗരവം, അതിന്റെ മഹത്വം, ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പ്രശംസിക്കുകയാണ്. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ, ചെറിയ മക്കൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ വളരെ ഉഷാറായിട്ട്, ഇപ്പോ വെരി ഗുഡ് അങ്ങനെ പറയും. ക്ലാസ്സുകളിൽ നല്ല മാർക്ക് വാങ്ങിയാൽ ടീച്ചർമാര് അവർക്ക് നോട്ട് പുസ്തകത്തിൽ തന്നെ വെരി ഗുഡ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. വീട്ടിൽ വന്നാൽ ഉമ്മമാരും ഉപ്പമാരും വെരി ഗുഡ് പറയും, നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല മോനാണ്. ഇങ്ങനെ പറയാൻ മടി കാണിക്കുന്നവര് നമ്മളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി വളരെ പ്രയാസത്തിലായിരിക്കും. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നമ്മുടെ കുട്ടികൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ പ്രശംസിക്കാൻ മടി കാണിക്കരുത്. നല്ല എന്ത് കാര്യം ചെയ്താലും
അത് മതപരമായ കാര്യമാണെങ്കിലും ഭൗതിക കാര്യമാണെങ്കിലും ഒക്കെ നല്ല കാര്യമാണോ ചെയ്തത്, ഉടൻ അവരെ പ്രശംസിക്കണം. അവർക്ക് അതിന് നമുക്ക് കഴിയുമെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കണം. അങ്ങനെ അവരെ നമ്മൾ ഉത്സാഹിപ്പിച്ച് നല്ല കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോ അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവർക്ക് നമ്മളോട് വല്ലാത്തൊരു ബന്ധവും പിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാവും. നേരെ മറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം മക്കളോട് സംസാരിക്കുന്നവരുണ്ട്. ചീത്ത പറയാൻ വേണ്ടി, അവർ ചെയ്യുന്ന തെറ്റുകൾ എടുത്തു പറയാൻ വേണ്ടി മാത്രം, ശകാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ നാട്ടിലില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അത് ഉണ്ടാകുന്നതോട് കൂടെ അതിലേറെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ മുമ്പ് ഒരു മകൻ ഒരു മോൻ വന്നിട്ട് വീട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞത്, ഉസ്താദെ 100 പ്രാവശ്യം എന്നോട് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 98 പ്രാവശ്യവും എന്നെ ചീത്ത വിളിക്കാനും എന്നെ ശകാരിക്കാനും അടിക്കാനും എന്നോട് പിന്നെ ഉപദേശം നടത്താനും ഇങ്ങനെ വല്ലാത്തൊരു സ്വഭാവത്തിലുമാണ് പെരുമാറുക. വളരെ കുറഞ്ഞ സമയം മാത്രമേ എനിക്ക് സ്നേഹം തരുന്നുള്ളൂ, എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുള്ളൂ എന്ന് ചെറിയ മക്കൾ പരാതി പറയാണ്. ആ അവസ്ഥ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവേ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതാണ്. എന്ത് കാര്യത്തിലും സ്തുതി, പ്രശംസ, പ്രോത്സാഹിപ്പിക്കൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് മക്കളോട്, നമ്മുടെ വലിയ മക്കളായാലും നമ്മുടെ മരുമക്കളായാലും നമ്മുടെ ഭർത്താക്കന്മാരായാലും ആരെയും നല്ലത് ചെയ്താൽ നമ്മൾ പ്രശംസിക്കാൻ മടി കാണിക്കരുത്. അപ്പോ അത് വീണ്ടും നന്മ ചെയ്യാനുള്ള പ്രോത്സാഹനമായി മാറും. ഇവിടെ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നത് അല്ലാഹുവിനെയാണ്, പ്രശംസിക്കുന്നത് അല്ലാഹുവിനെയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും സർവ്വ സ്തുതികളും അല്ലാഹുവേ നിനക്കാണ്. നീയാണ് എല്ലാ പ്രശംസകളുടെയും അധികാരമുള്ളവൻ. നീയാണ് സർവ്വ സ്തുതികളുടെയും എല്ലാ മഹത്വങ്ങളുടെയും അധികാരി നീയാണ് എന്ന് നമ്മൾ അല്ലാഹുവിനോട് അകവടിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയുന്നത് എന്തിനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അത് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടാണ് നാം അൽഹംദുലില്ലാഹ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ നമുക്ക് വേണ്ട സംവിധാനങ്ങൾ അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ജനിക്കുന്നത് പുത്തൻചിറയിലെ ഇന്നാലിന്ന വീട്ടിൽ ഇന്ന ആളുടെ മകനും മകളുമായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ വില്ലേജിൽ ഇതുപോലെയുള്ള ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി നമ്മൾ അപേക്ഷ കൊടുക്കാറുണ്ട്. എന്നാൽ തന്നെ അത് നേടിയെടുക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഈ ദുനിയാവിൽ ഇത്ര മനോഹരമായി കൈകാലുകൾ നൽകി ആരോഗ്യം നൽകി ഇത്ര വലിയ സൗകര്യത്തോടുകൂടെ നമ്മളെ പടച്ച് ഇവിടേക്ക് വിടാൻ വേണ്ടി നമ്മൾ എവിടെയും അപേക്ഷ കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മളെ ഇവിടെ അല്ലാഹു പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബല അൻ യഖ്ലുഖനാ ഖലഖ ലനാ മൂജിബാത്തിൽ ഹംദി മിനൻ നിഅം. നമ്മളെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് നമ്മളെ പടച്ചത്. وخلق لنا السماوات والأرض, ആകാശവും ഭൂമിയും ഇവിടെ അല്ലാഹു സംവിധാനിച്ചു വെച്ചു. وأوجد لنا الماء والهواء, വെള്ളവും വായുവും ഇവിടെ സംവിധാനിച്ചു വെച്ച്. ووضع في الأرض أقواتها إلى يوم القيامة, അന്ത്യനാൾ വരെ ഉള്ള മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ അല്ലാഹു ഭൂമിയിൽ തയ്യാറാക്കി വെച്ചു.
എന്നിട്ടാണ് നമ്മളെ പടച്ചത്. നമ്മളിവിടെ പടച്ചു വരുമ്പോ, നമ്മളിവിടെ ജനിച്ചു വീഴുമ്പോ ശ്വസിക്കാനുള്ള വായു നമുക്കുള്ളത് ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സാഹചര്യം? വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോ ഒരു മനുഷ്യനെ ഇവിടെ പടച്ച് അള്ളാഹു ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ, ആ കൊണ്ടുവരുമ്പോൾ തന്നെ അവന് വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി വെച്ചു. അപ്പൊ നമ്മളെയൊക്കെ പടക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് വേണ്ടിയുള്ള നിഅമത്തുകൾ അല്ലാഹു ഒരുക്കി വെച്ചു. നിങ്ങൾക്കറിയില്ലേ, ആദം നബി അലൈഹിസ്സലാം ആദം നബിയെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ വേണ്ടി ആദ്യ സമയത്ത് തെരഞ്ഞെടുത്ത സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചു. ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും അയക്കുന്നതിന്റെ മുമ്പ് തന്നെ ഭൂമിയെ അല്ലാഹു ഒരുക്കി വെച്ചു. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളവും വായുവും മറ്റും ഇവിടെ ഒരുക്കി വെച്ചു. ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മനുഷ്യരുടെ ഓരോ മനുഷ്യർക്കും, മനുഷ്യരിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ഇവിടെ നിഅമത്തുകൾ ഒരുക്കി വെച്ചു. നമ്മൾ എന്നാ സംസാരം തുടങ്ങുന്നത്? സംസാരം തുടങ്ങുന്നത് 1.5 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ്, 2.5 വയസ്സ്, ഓരോരുത്തരുടെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അന്ന് മാത്രമാണ് അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതും അപ്പൊ തന്നെ നമ്മൾ പഠിക്കൊന്നുമില്ല. കുറച്ചും കൂടെ കഴിഞ്ഞൊരു 2.5-3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ശരിക്ക് നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയുക. അൽഹംദുലില്ലാ നമ്മൾക്ക് പറയാൻ ആ പ്രായമാകണമെങ്കിൽ, ആ സമയമാകണമെങ്കിൽ ഒക്കെ നിങ്ങൾ അതിന്റെ എത്രയോ മുമ്പ് നമ്മളുടെ ബീജം, നമ്മൾക്ക് വേണ്ടിയുള്ള ബീജം നമ്മുടെ വാപ്പമാരുടെ മുതുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നതിനും മുമ്പ് അല്ലാഹു നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബീജം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കഴിവ് പ്രകാരം മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് അവിടെ ഒരു കുഞ്ഞായി വളരുന്നതിന്റെ മുമ്പ് തന്നെ ഗർഭപാത്രം അല്ലാഹു ഒരുക്കി വെച്ചു. ആ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ ഗർഭപാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണ്. അത് വികസിക്കാനും വളരാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇനി ആ കുട്ടി ജനിച്ചാൽ തന്നെ ആ ജനിച്ച കുട്ടിക്ക് ഇവിടെയുള്ള മറ്റു വിഭവങ്ങൾ പറ്റില്ല. അപ്പൊ മാതാവിന്റെ ശരീരത്തിൽ തന്നെ പാല് സംവിധാനിക്കുകയാണ്. കുഞ്ഞിനെ ലാളിക്കാൻ വാത്സല്യമുള്ള മാതാപിതാക്കളെ അല്ലാഹു ഒരുക്കി വെക്കുകയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ വേണ്ട രൂപത്തിലുള്ള എല്ലാ നിഅമത്തുകളും ഇവിടെ തയ്യാറാക്കി വെച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്കൊന്നും അറിയാത്ത കാര്യമായതുകൊണ്ടല്ല. നമ്മുടെ മനസ്സ് ഇതിലൂടെ കൊണ്ട് പോകണം. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വലിപ്പം നമുക്കൊക്കെ വ്യക്തിപരമായിട്ട്, നമുക്ക് ചിലപ്പോൾ വിഷമം വരുമ്പോ, എന്തെങ്കിലും പ്രയാസം വരുമ്പോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താ നിസ്കരിച്ച് എപ്പോഴും 5 വക്ത് നിസ്കരിക്കുന്ന നമുക്ക് ആണ് പടച്ചോൻ ഈ ഇടങ്ങേറ് തന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ പഴിചാരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ അറിയാതെ വന്നുപോകും. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴേക്ക് നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളുടെ വലിപ്പമാണ്. അങ്ങനെയൊക്കെ വിഷമം നമ്മൾക്ക് ഉണ്ടാകുമ്പോഴും ഈ നിഅമത്തുകളൊന്നും നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഹംദ് ചെയ്യണം, സ്തുതിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്. എത്ര വലിയ നിഅമത്താണ് ഞങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. എത്ര പ്രയാസമുണ്ടെങ്കിലും പടച്ചവനെ നിനക്ക് തന്നെയാണ് സ്തുതി. ഈ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും
ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ 100 നിഅമത്തുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പ്രയാസം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അൽഹംദുലില്ലാ പറയുമ്പോ ആ അൽഹംദുലില്ലാന്റെ ഘനം എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതിന്റെ മഹത്വവും അതിന്റെ വലിപ്പവും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ പറയണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ പരിസരം മുഴുവൻ ഐസായി മാറും, വെള്ളം ഐസായി മാറും, നമ്മൾ തന്നെ ഐസായി മാറും, നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തം ഐസായി മാറും. നിങ്ങൾക്കറിയില്ലേ, കാശ്മീരിൽ ചില സന്ദർഭങ്ങളിൽ ഈ സമയത്തൊക്കെ അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സന്ദർഭങ്ങളാണ്. മഞ്ഞു മൂടിക്കിടക്കുമ്പോ അവിടെ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഉസ്താദുമാർ, എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറയാറുണ്ട്, ഫോണിൽ വിളിക്കുമ്പോ പറയാറുണ്ട്, ഇന്ന് സ്കൂളിൽ 2 കുട്ടികൾ മരണപ്പെട്ടു. എന്താ കാരണം? ശരീരത്തിൽ ഓടുന്ന രക്തം ഐസായി പോയി, തണുപ്പ് കൊണ്ട്. അതുകൊണ്ട് രക്തോട്ടം നിലച്ച് മരണപ്പെട്ടു. അതുകൊണ്ട് അവരിങ്ങനെ വലിയ കട്ടിയുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചൂട് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ പുകയിപ്പിക്കുന്ന പലതും വെച്ച് അങ്ങനെ ഉള്ളിൽ പിടിച്ചുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത്. അവരുടെ കൈയും കാലും എല്ലാം പൊതിഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. കാരണം ഓടുന്ന രക്തത്തിന് ചൂടില്ലെങ്കിൽ അത് നിലച്ചു പോകും, അത് ഐസായി പോകും. ചൂട് കിട്ടുന്നത് എവിടുന്നാണ്? സൂര്യപ്രകാശം കൃത്യമായി കിട്ടുമ്പോഴാണ്. സൂര്യൻ ഇവിടെ ഉദിച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്, ആ നിഅമത്ത് ഇവിടെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ രക്തമോടുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന പല വൃക്ഷങ്ങൾ വളരുന്നത്, ചെടികൾ വളരുന്നത് എല്ലാം സൂര്യപ്രകാശം കൊണ്ടാണ്. മനുഷ്യന് വരെ സൂര്യപ്രകാശം വേണമല്ലോ. ഇങ്ങനെ സൂര്യപ്രകാശം വലിയ നിഅമത്താണ്. പക്ഷേ നമ്മൾ പകരം കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനെപ്പറ്റി ഇതുവരെ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. സൂര്യപ്രകാശം വരുന്നു, നമ്മൾ പകരം ഒന്നും കൊടുക്കുന്നില്ല. മഴ വർഷിക്കുന്നു, റബ്ബിന്റെ ഖുദ്റത്ത് എന്നല്ലാതെ നമ്മൾക്ക് വല്ല പങ്കാളിത്തവും അതിലുണ്ടോ? നമ്മൾ എന്തെങ്കിലും മഴയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളുടെ ഒരു കഴിവും അതിലില്ല. വലിയ നിഅമത്തായിട്ട് മഴ നിൽക്കുന്നു. ശ്വസിക്കാനുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയിലാകെ വ്യാപിച്ചു കിടക്കുകയാണ്. നമുക്കത് ശ്വസിക്കാൻ പാകത്തിന് അല്ലാഹു സംവിധാനിച്ചിട്ടില്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറും ചുമന്ന് നടക്കേണ്ടി വരും. നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് വായു വരുന്നില്ലെങ്കിൽ, നമുക്കറിയാലോ, ഒരു പരിധി കഴിഞ്ഞാൽ, ഈ അന്തരീക്ഷത്തിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ വായു ഇല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ വായുവിന്റെ ചലനം പിന്നെ ഇല്ല, അങ്ങോട്ട് വായു ഇല്ല. അവിടെ ശ്വസിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വായു കൊണ്ടുപോകണം, ഓക്സിജൻ കൊണ്ടുപോകണം, എന്നാലേ കഴിയുള്ളൂ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തായിട്ടാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് യാതൊരു കഴിവും നമ്മൾ അതിൽ ചെയ്തു കൊടുത്തിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. നമ്മൾ ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്, വിത്ത് മുളപ്പിക്കുന്നവരാണ്. കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ വിത്തിട്ടിട്ട് അവിടെ വളം ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വിത്ത് മുളച്ചു വരികയാണ്. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വലിയൊരു വിശേഷണമായിട്ടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈത്തപ്പഴത്തിന്റെ കുരു നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കട്ടിയാണത്! എത്ര നമുക്ക് കടിച്ചാൽ അതിന്മേ കടിച്ചു പൊട്ടിക്കാൻ കഴിയില്ല. അത്രയും വലിയ ഹാർഡായ കട്ടിയുള്ള ബലമുള്ള സാധനമാണ് ഈത്തപ്പഴത്തിന്റെ കുരു.
അത് നിങ്ങളൊന്ന് മുളപ്പിക്കാൻ വേണ്ടി വെച്ചു നോക്ക്. വെള്ളമൊഴിച്ച് അത് മുളപ്പിക്കാനുള്ള വളം വെച്ചിട്ട് നമ്മൾ വെച്ചു നോക്കിയാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത്രയും കട്ടിയുള്ള കുരു പൊട്ടിച്ചിട്ട് മുള വരും. ആ മുളയിൽ നിങ്ങൾ വല്ല കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി, അത് പൊട്ടിപ്പോകും. അപ്പൊ അത്രയും ഫലമില്ലാത്ത മുള ഇത്രയും ഫലമുള്ള ഈത്തപ്പഴ കുരുവിനെ പൊട്ടിച്ച് എങ്ങനെ വന്നു? അല്ലാഹുവാണ് ഈത്തപ്പഴക്കുരുവിന്റെ ഉള്ളിൽ നിന്ന് മുള പൊട്ടിക്കുന്നവൻ. തീരെ കട്ടിയില്ലാത്ത ബലമില്ലാത്ത മുള, അത് ഈത്തപ്പഴക്കുരുവിനെ പൊട്ടിച്ചു വരുന്നു. വിതക്കുന്ന വിത്തിനെ മുളപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ അല്ലാഹനെ ഹംദ് ചെയ്യാൻ മറന്നു പോവുകയാണ്. അൽഹംദുലില്ലാഹ് പറയാൻ നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ പകലും രാത്രിയും മാറി മറിഞ്ഞു വരുന്നു. ജീവിതമാർഗം തേടാൻ പകലിൽ നമ്മൾ ജോലിക്ക് പോകുന്നു, രാത്രി വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കി തന്നത് പടച്ചതമ്പുരാനാണ്. ഇങ്ങനെ എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കാനല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മനസ്സറിഞ്ഞ് എപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്. പടച്ചവനെ, എത്രയാണ് നീ അനുഗ്രഹങ്ങൾ വാരിക്കോരി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അത് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ ഹംദ് പറയുന്നുണ്ടോ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം തരും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഉറുമ്പുകളോടും മറ്റു ജീവികളോടും ഒക്കെ സംസാരിക്കുന്ന നബിയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു ഉറുമ്പിനോട് ചോദിക്കുന്നുണ്ട്. ഇമാമിയങ്ങൾ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പുകളോട് സംസാരിച്ചതൊക്കെ പറയുന്നുണ്ട്. കം റിസ്ഖുക ഫീ കുല്ലി സന. ഒരു വർഷം എത്ര ഭക്ഷണം കഴിക്കും? ഉറുമ്പിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കാൻ, ഒരു വർഷം നീ എത്ര ഭക്ഷണം കഴിക്കും? ഉറുമ്പ് പറഞ്ഞു, ഞാൻ ഒരു ഗോതമ്പിന്റെ ഒരു മണി, ഒരു ഗോതമ്പ്, അതാണ് ഞാൻ കഴിക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാം ഫഹബിസഹാ ഫീ ഖാറൂറത്തിൻ. ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ, ഒരു കുപ്പിയുടെ ഉള്ളിൽ ഈ ഉറുമ്പിനെ ആക്കിയിട്ട് അടച്ചു വെച്ചു. വജഅല ഇൻദഹാ ഹബ്ബത ഹിൻതത്തിൻ. ഒരു ഗോതമ്പ് മണിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഫലമ്മാ മലതി സനതു ഫതഹൽ ഖാറൂറത ഫവജദഹാ ഖദ് അകലത് നിസ്ഫൽ ഹബ്ബാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വർഷം കഴിഞ്ഞിട്ട് ആ കുപ്പി തുറന്നു നോക്കുമ്പോ ആ ഗോതമ്പ് മണിയുടെ പകുതി മാത്രമാണ് ഭക്ഷിച്ചിട്ടുള്ളത്. പകുതി അതിൽ തന്നെ ഉണ്ട്. നേരത്തെ പറഞ്ഞത് ഒരു വർഷത്തിന് ഒരു ഗോതമ്പ് പൂർണ്ണമായിട്ടും വേണമെന്നാണ് പറഞ്ഞത്. പിന്നെന്തേ അത് ബാക്കിയാകാനുള്ള കാരണം? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അത് അദ്ദേഹത്തെ ആ ഉറുമ്പിനോട് ചോദിച്ചപ്പോ അവിടുന്ന് ആ ഉറുമ്പ് പറയാണ്, കാനത്തികാലി അലല്ലാഹി ഖബ്ലൽ ഹബ്സ്. നിങ്ങൾ ഈ കുപ്പിയിൽ എന്നെ മൂടി വെക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവാണ് എനിക്ക് ഭക്ഷണം നൽകിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ലായിരുന്നു. അല്ലാഹുവിൽ ആയിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്. അല്ലാഹു അത് നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ എന്റെ ഈ കുപ്പി, നിങ്ങൾ എന്നെ ഈ കുപ്പിയിൽ മൂടി വെച്ചാൽ പിന്നെ കാന അലൈക, നിങ്ങളാണ് എനിക്ക് പിന്നെ ഭക്ഷണം തരുന്നത്. അത് തരുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതെനിക്ക് പേടിയാണ്. നിങ്ങൾ എന്നെ മറന്നുപോയാൽ, നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ എന്നെ മറന്നുപോയാൽ പിന്നെ ഞാൻ ഭക്ഷണം ഇല്ലാതെ ഇതിന്റെ ഉള്ളിൽ തത്തുപോകും. അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഞാൻ പകുതി ബാക്കി വെച്ചതാണെന്ന് ആ ഉറുമ്പ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറയാണ്. ഈ സംഭവം കഴിഞ്ഞപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചത്, അല്ലാഹുവേ,
ഈ ഒരു ഉറുമ്പിന് ഒരു മണി ഗോതമ്പാണ് ഭക്ഷണമായിട്ട് ആവശ്യമുള്ളത് ഒരു വർഷത്തിൽ. കുറച്ചോനെ അതുകൊണ്ട് ഒരു ദിവസം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം, ഒരു ദിവസം ഞാൻ ഈ ലോകത്തെ മുഴുവൻ ജീവികൾക്കും ഒന്ന് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് അള്ളാഹിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് കൂടുതൽ വലിയ ഭക്ഷണങ്ങൾ ഒരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ മത്സ്യത്തെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. എല്ലാ ഭക്ഷണവും ഒരൊറ്റ മത്സ്യം കഴിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ആ മത്സ്യം ലാസ്റ്റ് പറയുന്ന ഒരു വാക്കുണ്ട്, യാ നബി അല്ലാഹ് ഇന്നി ജായിഉൻ, വിശക്കുന്നുണ്ട്. നിങ്ങൾ ഈ കടപ്പുറത്ത് ഒരുക്കി വെച്ച ഇത്രയും വലിയ ഭക്ഷണം കഴിച്ചിട്ടും എന്റെ വിശപ്പടങ്ങിയിട്ടില്ല. ഇതിലേറെ എത്രയോ ഇരട്ടിയാണ് ഞാൻ ഒരു ദിവസം ഭക്ഷിക്കാറുള്ളത്. ആ മത്സ്യം പറയാണ്, ഇന്നി അഖുലു കുല്ല യൗമിൻ 70,000 സമക, 70,000 മത്സ്യങ്ങളെ ഞാൻ ഒരു ദിവസം ഭക്ഷിക്കാറുണ്ട്. അത്രയും കൂടുതൽ ഭക്ഷണം എനിക്ക് മാത്രം വേണം. ഒക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെക്കുന്ന ഭക്ഷണം ഓരോ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്കൊക്കെയുള്ള ഭക്ഷണം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊക്കെയുള്ള ഭക്ഷണം, നമുക്കൊക്കെയുള്ള ഭക്ഷണം നമ്മുടെ പേരെഴുതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും എത്ര അരിയാണ് അവർ കഴിക്കുക, എത്ര ഭക്ഷണമാണ് അവർ ഒരു ദിവസം കഴിക്കുക, ഒരു വർഷം കഴിക്കുക, അത് ഏത് ഭക്ഷണമാണ്, അതിലൊക്കെ നമ്മുടെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ വിശദങ്ങളിലേക്ക് കടക്കുകയല്ല. ഇങ്ങനെ നമ്മുടെ പേരെഴുതി, നമ്മുടെ വീടെഴുതി, നമ്മളുടെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാത്തിന്റെയും പിന്നിൽ മനുഷ്യരുടെ അധ്വാനങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യിപ്പിക്കുന്നത് റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം മനസ്സിലാക്കി, അതിന്റെ വിശാലത മനസ്സിലാക്കി നമ്മൾ അൽഹംദുലില്ലാഹ് പറയുക. ശേഷം അല്ലാഹു പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മമാരെ. അൽഹംദുലില്ലാഹ് ഗൗരവത്തിൽ നമ്മൾ പറയുമ്പോ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള നിഅമത്തുകളും അതുപോലെ അതിന്റെ അപ്പുറമുള്ള നിഅമത്തുകളും അധികരിപ്പിച്ചു തരും എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യം തന്നെ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൃഷ്ടികളെല്ലാം പടച്ച് പരിപാലിക്കുന്ന ഈ ലോകങ്ങളുടെ എല്ലാം റബ്ബ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. പരിപാലിക്കുന്നവൻ. അൽ ആലമീൻ, ലോകങ്ങളെ, ഭൂമി ലോകം, ആകാശലോകം, ജന്തുലോകം, സസ്യലോകം, ഇങ്ങനെയൊക്കെ നമ്മൾ ലോകങ്ങളെ പല രൂപത്തിലായിട്ട് പറയാറുണ്ട്. ആ ലോകങ്ങളെയൊക്കെ പരിപാലിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എല്ലാ സ്തുതികളും. മനുഷ്യരുണ്ട്, അതിൽ ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, മൃഗങ്ങളുണ്ട്, മറ്റു എല്ലാ ജീവികളും മറ്റു എല്ലാ വസ്തുക്കളും അതിലുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ സ്തുതി പറയുന്നത്. എല്ലാവരുടെയും റബ്ബായ അല്ലാഹുവാണ് സർവസ്തുതിയും. അല്ലാഹുവിനെ സ്തുതിക്കുന്നത് മനുഷ്യർ മാത്രമല്ല. നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. നമ്മൾ മാത്രമല്ല അല്ലാഹുവിനെ സ്തുതിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ പറയുന്നത് തുസബ്ബിഹു ലഹു സ്സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന. അല്ലാഹുവിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സമാവാതുസ് സബ്ഉ, 7 ആകാശങ്ങൾ, വൽ അർളു, ഭൂമി,
വമൻ ഫീഹിന്ന ഭൂമിയിലും ആകാശങ്ങളിലുമുള്ളവർ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി ഒരു വസ്തുവും ഇല്ല ഭൂമിയിലും ആകാശത്തും ഒന്നുമില്ല അല്ലാഹുവിനെ സ്തുതിക്കാത്തവരായിട്ട്. പക്ഷേ ഒരു കാര്യം വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. നിങ്ങൾക്ക് മനുഷ്യർ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും, പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മലക്കുകൾ, അതുപോലെ ജിന്നുകൾ, ഇവിടെയുള്ള സസ്യങ്ങൾ, ഭൂമിയും ആകാശവും ഒക്കെ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാഹുവിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ സ്തുതികൾ, അവരുടെ പ്രകീർത്തനങ്ങൾ, അവർ അല്ലാഹുവിനെ പ്രശംസിക്കുന്ന വാഴ്ത്തലുകൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. സൂറത്തുൽ ഇസ്രാ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രിയപ്പെട്ട ഉമ്മമാരെ, അതുകൊണ്ട് നമ്മൾ പിന്നിലായി പോകാൻ പാടില്ല. എല്ലാവരും അല്ലാഹുവിനെ സ്തുതിക്കുമ്പോ നമ്മൾ അതിൽ പിറകിലായി പോകാൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അതങ്ങ് സുഖമായി ഇറങ്ങിപ്പോയാൽ നമ്മൾ മനസ്സറിഞ്ഞ് പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയണം. എത്രയോ ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എന്റെ വായിലേക്ക് ഒഴിച്ചപ്പോ തടസ്സങ്ങളില്ലാതെ അതിന്റെ ആമാശയത്തിൽ എത്തിച്ച് അത് ഫിൽറ്റർ ചെയ്ത് ഒരു കുഴപ്പമില്ല അതിന്റെ കിഡ്നി പ്രവർത്തിച്ചു. അങ്ങനെ വേസ്റ്റായത് മൂത്രമാക്കി ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന്റെ ഉപയോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. പടച്ചവൻ എത്ര അനുഗ്രഹീതനാണ്. അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം. ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഹംദ് പറയേണ്ട സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയാൻ മറക്കരുത്. നമ്മളൊന്ന് സ്വന്തം ആലോചിച്ചു നോക്ക്, ഇന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? സ്വന്തം ആലോചിക്കുക, ആരോടും പറയൊന്നും വേണ്ട. സ്വന്തം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ ഹതഭാഗ്യരാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ അല്ലാഹ്ക്ക് നിഅമത്ത് ചെയ്തു തന്നിട്ട് ഉറക്കം എന്ന് പറയുന്ന നിഅമത്ത് എത്ര വലിയ നിഅമത്താണ്. ഉറക്കം കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ പുത്തൻചിറയിലുണ്ട്. കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നല്ലാതെ ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നോട് വന്ന് പലരും വിഷമം പറയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുന്നു ഉസ്താദേ, ഉറങ്ങാൻ കഴിയുന്നില്ല, എത്ര 3 മണിയായിട്ടും ഉറക്കു വരുന്നില്ല, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്നു, എനിക്ക് ഉറക്കു വരുന്നില്ല. എന്തൊരു വലിയ ശിക്ഷയാണത്, എന്തൊരു വലിയ ബുദ്ധിമുട്ടാണത്. ആരോഗ്യകരമായിട്ട് ബുദ്ധിമുട്ട്, വലിയ പ്രയാസമാണ് അതിന്റെ പേരിൽ ഉണ്ടാവുക. അപ്പൊ എത്ര വലിയ അനുഗ്രഹമാണ് ഉറങ്ങുക എന്നുള്ളത്. ഉമ്മമാരെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമ്മൾ മനസ്സറിഞ്ഞ് പറയണം, പടച്ചോനെ പകൽ മുഴുവനും ഞാൻ ജോലിയെടുത്ത് അല്ലെങ്കിൽ വീട്ടു ജോലിയെടുത്ത് മറ്റു ജോലികളെടുത്ത് മറ്റു പല കാര്യങ്ങളിലും ഏർപ്പെട്ടെന്റെ ശരീരം ക്ഷീണിച്ചു. ഞാനങ്ങനെ രാത്രിയായപ്പോൾ സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തിൽ പോയിട്ട് കിടന്നാൽ വല്ലാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ എനിക്ക് ഉറക്കം വരുന്നു. അൽഹംദുലില്ലാഹ് എത്ര വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയണം. ആ അനുഗ്രഹമാണെങ്കിലോ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എത്രയോ ആളുകളാണ് ഉറക്കിയാൽ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നത്. കാരണം ഒരു മനുഷ്യൻ മരണവുമായി ഏറ്റവും അടുക്കുന്ന ഒരു സന്ദർഭമാണ് ഉറക്ക് എന്നുള്ളത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചു, ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല, ശരീരത്തിന്റെ പല കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫ് ചെയ്തു വെക്കുന്ന സമയമാണ് മരണം. ഉറക്കം എല്ലാം ഓഫാകുന്നതാണ് മരണം. ഇവിടെ എല്ലാം ഓഫാകുന്നില്ല, കുറെ കഴിവുകൾ അല്ലാഹു ഓഫ് ചെയ്തു വെച്ചു. അങ്ങനെയാണ് ഉറക്ക് വരുന്നത്. ഉറക്കിൽ നമ്മളുടെ ജീവൻ
ആ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഓക്സിജൻ പാസിങ്, നമ്മൾ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഇത് പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഓഫ് ചെയ്യുക എന്നുള്ളത് മരണത്തോട് സമാനമായി ഉറക്കിനെ മാറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മരണത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ആവാ ഇലാ ഫിറാശിഹി, എല്ലാ ജോലികളും കഴിഞ്ഞ് പകലിലുള്ള എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോ ഖാല ബിസ്മിക അമൂതു വഅഹ്യാ. നമ്മൾ മദ്രസയിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാണ് ഉറങ്ങാൻ പോകുമ്പോ ചൊല്ലേണ്ട ദിക്റുകൾ. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്. പടച്ചോന്റെ നിന്റെ പേരിൽ ഞാനിതാ ജീവിക്കുന്നു, ഞാനിതാ മരിക്കുന്നു. മരിക്കാൻ പോവുകയാണെന്നുള്ള രൂപത്തിലാണ് ഉറങ്ങാൻ പോകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, മരണത്തിനോട് സമാനമാണ് ഉറക്കം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്, ബിസ്മിക റബ്ബി വദഅതു ദംബി, ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ടതാണ്. നിങ്ങൾക്ക് ഇതൊന്നും മനപ്പാടല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു ബിസ്മി ചൊല്ലണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ കടക്കാൻ വേണ്ടി പോകണം, നമ്മൾ വിരിപ്പിലേക്ക് കടക്കണം. അങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോ വഇദാ ഖാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവമാണ് പറയുന്നത്, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയാൽ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയും. വഇദാ ഖാമ, ഉറക്കമെഴുന്നേറ്റാലോ ഖാല, അവിടുന്ന് പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കം എഴുന്നേറ്റാൽ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിനാണ്, എല്ലാ പ്രശംസകളും അല്ലാഹുവിന് ഞാൻ സമർപ്പിക്കുന്നു. അല്ലദീ അഹ്യാനാ, നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നു, ബഅദമാ അമാതനാ, മരണത്തിനോട് സമാനമായ ഉറക്ക് നൽകിയതിനു ശേഷം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന അല്ലാഹുവിനാണ് സ്തുതി. വഇലൈഹിൻ നുശൂർ. അവസാനം ചില ഹദീസുകളിൽ, ചില റിപ്പോർട്ടുകളിൽ കാണാം വഇലൈഹി ബഅ്സു വന്നുശൂർ, പുനർജന്മവും അവസാനം നമുക്ക് മടങ്ങേണ്ട സ്ഥലവുമൊക്കെ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്കാണ് എന്ന് അർത്ഥം വരുന്ന ഈ ദിക്ർ നമ്മൾ ചൊല്ലണം. ഇനിയിപ്പോ ഇവിടെയും ഞാൻ പറയാണ്, ഇത് മുഴുവനായിട്ട് മനഃപ്പാടമില്ലേ ഉമ്മമാരെ? നമ്മൾ അൽഹംദുലില്ലാ എന്തായാലും പറയുന്നു. നാളെ മുതൽ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മറക്കരുത്, അൽഹംദുലില്ലാ പറയാൻ മറക്കരുത്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിയും എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ജീവിതത്തിന് വല്ലാതെ ആഹ്ലാദമുണ്ടാകും, വല്ലാത്ത സന്തോഷമുണ്ടാകും, വല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദവും സന്തോഷവും ഓരോ ദിവസവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മമാരെ, നമുക്ക് ഈ ക്ലാസ് കൊണ്ട് പിന്നെ ഉപകാരം വേണം, നാഫിയായ ഇൽമാകണം. അതിന് നിങ്ങളൊക്കെ ഇത് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് നാഫിയാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.